തോൽക്കാനുള്ള വിളിയാണ് വിവാഹം. മാരേജ് ഈസ് എ കോൾ ടു ആക്സെപ്റ്റ് യുവർ ഫെയിലിയർ ആൻഡ് റിപ്പൻറ്റ്. നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ശരിയാണ്, നമ്മൾ അന്യോന്യം സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത്. ലവ് മാരേജ് ആണെങ്കിൽ നമ്മൾ അവരുടെ ബലഹീനത ഒന്നും കാണുന്നില്ല. അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇപ്പം നമ്മൾ വിവാഹത്തിന് മുൻപേ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് അവരെ പരിചയപ്പെട്ടിട്ടാണ് വിവാഹം, അപ്പോഴും പ്രശ്നം വരുന്നില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് റെസ്പോൺസിബിലിറ്റീസ് വരികയാണ്. ഒരു ഭാര്യയുടെ ചിന്ത ഭർത്താവ് അത് ചെയ്യും, ഭർത്താവിൻ്റെ ചെറിയ ഭാര്യ, ഇതൊക്കെ നമ്മുടെ ചില കൺസെപ്റ്റാണ്. ഒന്നാമത് നമ്മുടെ ഭവനത്തിൽ കണ്ടതായിരിക്കണം. നമ്മൾ വിചാരിക്കും ഈ നമ്മുടെ ഭവനത്തിലെ പോലെയാണ് ഈ വരുന്ന വ്യക്തിയും പ്രവൃത്തിയും. അങ്ങനെ ആകണമെന്നില്ലല്ലോ. ബിക്കോസ് രണ്ടിടത്തും വ്യത്യാസമാണ്. ഈ വ്യത്യാസങ്ങൾ ഉള്ളവരെ തന്നെയാണ് ദൈവം തമ്മിൽ ചേർക്കുന്നത്. ആ ദൈവം നമ്മളെ രണ്ടുപേരും ചേർക്കുമ്പോൾ ആദ്യമേ ഇതിൽ കടിച്ചു കീറുന്ന പോലെയുള്ള പ്രകൃതം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരാൻ തുടങ്ങും. അതൊരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരൂല. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മൂർച്ചയേറിയ ഭാഗം എല്ലാം അങ്ങ് മാറും. അത് ഇറ്റ് ടേക്സ് ടൈം. അങ്ങനെ തന്നെയാണ് ദൈവം ഉദ്ദേശിച്ചത്. കാരണം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് വിവാഹ ജീവിതത്തിലാണ്. ഒരു മക്കളുള്ള അമ്മമാരും മക്കളില്ലാത്ത അമ്മമാരിലും സ്വഭാവ വ്യത്യാസമുണ്ട്. മക്കളുള്ള അമ്മമാരിൽ പ്രായം ചെയ്യുമ്പം നല്ല പക്വതയുള്ള ക്യാരക്ടർ കാണും. മക്കളില്ലാത്തവർക്ക് റിജിഡിറ്റി കാണും, അവർ പറയുന്നത് തന്നെ. അപ്പോൾ അത് അവിടെ ഒരു വ്യത്യാസം. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ജീവിതത്തിൽ നമ്മളെ ദൈവം ഉദ്ദേശിച്ച വഴിയിൽ കൂടെ കൊണ്ടുവന്ന് തൻ്റെ രൂപമാക്കി വിശുദ്ധ കൃപയിൽ കൂടെ നമ്മളെ ഒരു അനുഗ്രഹ കുടുംബജീവിതവും നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുന്നവരും നല്ല തലമുറകളെ വാർത്തെടുക്കുവാനുമാണ് ദൈവം കുടുംബം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല തലമുറകളെ അതുകൊണ്ടാണ് ദൈവം ആദ്യമേ പറഞ്ഞത്, ഗോ യു അൺടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച്, ഗോ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് സ്പ്രെഡ് ദി എർത്ത്. ഭൂമി മുഴുവനും സന്താനപുഷ്ടിയുള്ളതാക്കി മാറ്റണം എന്നാണ് ദൈവം ആദ്യം പറഞ്ഞത്. അപ്പം ഭൂമിയിൽ നിറയ്ക്കാൻ മാത്രം ആഗ്രഹിച്ചിട്ട് ഒരു കാലത്ത് മക്കളുണ്ടാകുന്ന ഒരു വലിയ അസറ്റായിരുന്നു. 10 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പോയി കുറച്ച് ഇപ്പം 1, 2 ആയിട്ട് ഈവൻ ഇന്ത്യയിൽ പോലും ജനസംഖ്യയുടെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സംഖ്യ വളരെ താഴ്ന്നു പോയിട്ട് ഇന്ത്യയുടെ ഇക്കോണമി പോലും താഴ്ന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധന്മാർ പറയുന്നു. ഇറ്റലിയിലൊക്കെ പിള്ളേരുണ്ടാകുന്നേ ഇല്ല. ജപ്പാനിൽ മക്കളുണ്ടാകാൻ ഇപ്പം പുതിയതായിട്ടുള്ള ഇൻസെൻറ്റീവ് കൊടുക്കുന്നു. ചൈന മക്കളുണ്ടാകാൻ പറയുന്നു. ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴേ ഒരു കാലത്ത് നമ്മൾ മക്കളുണ്ടാകുന്നത് ശാപമാണെന്ന് പറഞ്ഞത് ഇപ്പം അവരില്ലെങ്കിൽ ജീവിക്കാം, ഭൂമി പോലും നിലനിൽക്കാതാകുന്നു. നമ്മൾ കാണുന്ന പോലെയല്ല. ദൈവം അന്നേ പറഞ്ഞു മൾട്ടിപ്ലൈ. അല്ല, ഇവിടെ നിന്ന് അറിഞ്ഞാൽ ദൈവത്തിന് വേറൊരു പ്ലാനറ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. അല്ല, ഉണ്ടാക്കി വെച്ചിട്ടില്ല, ആർക്കറിയാം. ചന്ദ്രനിൽ പോയി താമസിക്കാനൊക്കത്തില്ലായിരുന്നു. ഇതൊക്കെ ദൈവം ചെയ്യുമെന്ന്. പക്ഷെ ദൈവത്തിനെ നമ്മൾ കാണുന്നത് നമ്മൾ ആ കുപ്പിക്കകത്താക്കി യേശുവിനെ കണ്ടങ്ങനെ. അപ്പോൾ നമുക്ക് അന്യോന്യം തോൽക്കുന്ന ഒരു എന്ന് പറയുന്നത് നമ്മളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, മറ്റേ വ്യക്തിക്ക് ഞാൻ മൂലം പ്രയാസം വന്നെങ്കിൽ ഞാനങ്ങ് ക്ഷമ ചോദിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം മാറുകയല്ല. ബട്ട് വി സ്റ്റിൽ ഹോൾഡ് ഓൺ ടു ദ ഗുഡ്നെസ് ഓഫ് ദ ലിവിങ് ഗോഡ്. അല്പനേരത്തേക്ക് മിണ്ടായിരുന്നിട്ട് ഞാൻ ദൈവം എന്നറിയാൻ ദൈവം പറയുന്നുണ്ട്. വീട്ടിൽ കലക്കം ഉണ്ടാകുമ്പോൾ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ പുരുഷന്മാർ കുറച്ച് നേരത്തേക്ക് പുറത്തോട്ട് ഇറങ്ങിപ്പോകും. സ്ത്രീകൾ അല്പനേരത്തേക്ക് കുറച്ച് ബഹളം വെച്ച് കഴിയുമ്പോൾ അനങ്ങായിരിക്കും. പിറ്റേ ദിവസം അവർ പിന്നെയും ക്ഷമ ചോദിക്കും. ഇത് റിപ്പീറ്റഡ്ലി സംഭവിക്കുമ്പം ദേ ഷുഡ് ഗോ ആൻഡ് സീ സംബഡി ഹൂ ഈസ് കേപ്പബിൾ ഓഫ് ഗിവിങ് ഗുഡ് അഡ്വൈസ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും അവർ ചെയ്യൂല. എല്ലാം ഈ ഗൂഗിളിനകത്തും ഒരു പന്ന വേർഡുകളുണ്ട്. നാർസിസിസ്റ്റ്, ഭർത്താവ് അങ്ങോട്ട് നോക്കിയാൽ നാർസിസിസ്റ്റ്, ഭർത്താവ് കണ്ണു തുറിച്ചാൻ, ഭാര്യ ഈ ഭർത്താക്കന്മാരെയാണ് ഏറ്റവും കുറ്റം പറയുന്ന ഒത്തിരി മെസ്സേജുകൾ വരും. പിന്നെ ഈ സ്ത്രീകളെല്ലാം ഇത് ഒരെണ്ണം കണ്ടാൽ മതിയല്ലോ, പിന്നെ ഒരു 100 എണ്ണം അത് തന്നെ കണ്ട് നമ്മുടെ ഭർത്താവ് കയറി വരുമ്പോൾ ഈ മനുഷ്യനായിട്ട് അവരെ കാണും. എങ്ങനെയുണ്ട്? നീ ഏത് കാണുന്നോ അതായി മാറുകയാണ്. എങ്ങുമില്ലാത്ത അഴുക്ക് സ്വഭാവം നമ്മുടെ ഭർത്താവിനുള്ളതായിട്ട് നമ്മൾ ചിന്തിക്കും. എൻ്റെ അപ്പൻ്റെ അഴുക്ക് സ്വഭാവം എല്ലാം നമ്മുടെ ഭർത്താവിൽ കാണാൻ തുടങ്ങും. ആകെപ്പാടെ കാലൊക്കെ അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയിലും കാണാൻ തുടങ്ങും. അദ്ദേഹത്തിൻ്റെ ദേഷ്യം, ആ മനുഷ്യൻ്റെ ദേഷ്യം മുഴുവനും ഈ സ്ത്രീയിലോട്ടായിക്കും. അയാളുടെ ഉള്ളിലുള്ള ചിന്തകൾ ശരിയാകാത്തത് മുഴുവൻ സ്ത്രീയിലേക്കാക്കും. ഇതെല്ലാം കലക്കമാണ്. ഈ കലക്കം മാറ്റാൻ ദൈവത്തിന് അറിയത്തില്ല? അറിയും. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ റിലേഷൻഷിപ്പിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. വ്യക്തിത്വത്തെ മാനിക്കാൻ തുടങ്ങണം. പരിഹരിക്കാൻ വയ്യാത്ത ഒരു വിഷയവും ഭൂമിയിലില്ല. പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റണം. പരിഹരിക്കാൻ വയ്യ. ഞാൻ പറയട്ടെ, പ്രശ്നമുള്ളിടത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി ഉപവസിക്കുന്നെന്ന് പറഞ്ഞൊന്ന് കയറി നോക്കി. എന്നാ പിശാച് വന്നാലും അട്ടിച്ചു മാറ്റുന്ന ദൈവം.
പരിഹരിക്കാൻ വയ്യാത്തതായ പ്രശ്നം പ്രാർത്ഥന വിഷയം, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കണം. ദൈവം ഉത്തരം തരും. തക്കെ സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ്, അഡ്വൈസേഴ്സിനെ തരും. പിന്നെ ഒരു വർഷകാലമുണ്ട് ജീവിതത്തിൽ, ബ്രേക്കിംഗ് പോയിൻ്റാണ്. അതായത് 2 ഒപ്പീനിയനാണ്. ഒരു കാര്യത്തിന് 2 അഭിപ്രായം എക്കത്തിനും. ഒരമ്മ ഭാര്യ പറയും ഭർത്താവ് പറയും നമുക്കൊന്ന് പുറത്ത് പോകാം, ഭാര്യ പറയും ഞാൻ വരുന്നില്ല. ഭർത്താവ് പറയും ഇന്ന് പിസ്സ വാങ്ങിക്കും, ഭാര്യ പറയും എനിക്ക് ചോറ് മതിയെന്ന്. പ്രശ്നം എന്നാൽ നീ ഭാര്യയെ ഒന്നും ഭാര്യ പിസ്സയും വാങ്ങിച്ചിട്ട് ചോറും വാങ്ങിക്കും, 2ഉം കൂടെ അങ്ങ് വാങ്ങിച്ച് തീർത്തില്ല പ്രശ്നം. അത് ചെയ്യൂല ആകെപ്പാട്. ഇത് ചെറിയ കാര്യം, ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് വൻമഴ ചൊരിഞ്ഞു, കാറ്റും കോളും വന്നു, വീട് പണിത് വെച്ചത് മണൽമേലായതിനാൽ ഇപ്പോഴോ നെടിഞ്ഞു വീണു. മണലേൽ എത്ര വർഷം കൊണ്ട് പണിയുന്നു മക്കളെ? ഞാൻ ചിലരോട് ചോദിക്കും, എൻ്റെ ഒരിക്കൽ വരുന്ന പലരോട്, നീ എവിടെയാണ് ഈ വീട് പണിയുന്നത്? സ്ത്രീയോടും പുരുഷനോടും ചോദിക്കും ഞാൻ. അപ്പോൾ അറിയാവുന്ന ക്രിസ്തുവിലാണോ പണിയുന്നത്? ഈ അടുത്തിടെ ഒരു കപ്പിൾ വന്നു. ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കിയപ്പോഴേ അയാളുടെ മേൽ വെളിച്ചം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ വിഷമിക്കുന്നത്? കർത്താവിൻ്റെ വെളിച്ചമുണ്ട്, നിങ്ങൾ ധാരിയായിട്ട് പോയിന്, കർത്താവ് പ്രശ്നം വരും. പക്ഷേ ഭാര്യ പ്രാർത്ഥിക്കുന്ന സ്ത്രീയുമാണ്. ക്രമേണ ഓരോന്നായിട്ട് അവർ പരിഹരിക്കുന്നതാണ്. അവർക്ക് ജയമെടുക്കും, ജയമെടുക്കും. കാരണം അവർ ദൈവം നടുക്കൊണ്ടവർക്ക്. പ്രശ്നം വലുതാണ്, മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ വയ്യാത്ത ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവർക്ക് അത്താണിയായിട്ട് യേശുവുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവ് മെഴുകില്ല. വേറൊരു ഭാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ചെയ്യുന്ന ജോലി കണ്ടാൽ ഞാൻ തന്നെ അതിശയിച്ചു വന്നു. അപ്പോൾ അവർക്ക് ഭർത്താവിനെ ഇഷ്ടമുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയോ ഫലം കിട്ടാത്ത അവസ്ഥ. ഒന്നിച്ച് പ്രാർത്ഥിക്കുക, മാറ്റിത്തരും. അപ്പം നമ്മൾ ദൈവം തമ്പുരാൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മഴയത്ത് വീട് ഒഴുകിപ്പോകാതിരിക്കുന്നത് നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥനയാണ്, സ്ത്രീകളുടെ പ്രാർത്ഥനയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക, ഒന്നിച്ച് ഭക്ഷിക്കുക, ഒന്നിച്ച് ഉറങ്ങുക നിർബന്ധമാണ്. അതൊരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ അത് മാറിക്കിടക്കുന്നു എന്നൊക്കെ പറയുന്നു. അതിനകത്തൊന്നും ആവശ്യമില്ല. കാരണം ഇതുവരെ ആത്മാവിലല്ലേ നിങ്ങൾ? ആത്മാവിൽ ഈ പുറമേയുള്ള സ്നേഹം മാറി ആന്തരിക സ്നേഹമായില്ലേ? ഏറ്റവും കൂടുതൽ ആവശ്യം ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടുവേണ്ടത് പ്രായമുള്ളപ്പോഴല്ലേ? അത് പ്രായമുള്ളവർക്കറിയാം. ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരു ഭവനങ്ങളിൽ ഒരുത്തർ കയറി വരൂല. ഒരസുഖമായിട്ട് വന്നാൽ അസുഖമായിട്ട് കിടന്ന ഭർത്താവുണ്ടെങ്കിൽ പോലും ആ ഭാര്യയ്ക്ക് വെളിച്ചമാണ്. അറിയാമോ? ഭർത്താവും ഭാര്യയും ഒന്നിച്ച് നിൽക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വിട്ടുവീഴ്ച അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞുള്ള മനോഭാവത്തോട് നിന്നാൽ നമുക്കത് വലിയ അനുഗ്രഹം. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം അല്പനേരം മാറി നിന്നിട്ട് ബാക്കി സമയം ഒന്നിച്ച് നിൽക്കണം എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ശരിയാണ്, പ്രാർത്ഥിക്കാവുന്നവർക്ക് അവരുടെ ഫ്രീഡമുണ്ട്. ഞാൻ മിക്കപ്പോഴും ഇപ്പം വചനം പറയുന്നുണ്ട്. മിക്കവാറും എൻ്റെ ഹസ്ബൻഡ് ഇരിക്കുന്നിടത്ത് ബെഡ്റൂമിൽ തന്നെയാണ് ഞാനിരുന്ന് വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം. ബിക്കോസ് ഹി നോസ് മൈ തോട്ട്സ് ആൻഡ് വേർഡ്. ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഡിറ്റോ അദ്ദേഹത്തിന് അറിയാം. കാരണം ഞങ്ങളെപ്പോഴും ഒന്നിച്ചായിരിക്കുന്നത്. അതൊരു വലിയ ദൈവകൃപ. കാരണം ആത്മാവിലായി കഴിഞ്ഞിട്ടാണ്, അതിന് മുമ്പിലല്ല അത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് തരുന്നത് ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് വചനം പറയാൻ പ്രയാസം തോന്നിയ ഉടനെ ഏതാണെന്നുള്ളത് നോക്കി കണ്ടുപിടിക്കാൻ പോലും അദ്ദേഹത്തിന് മടിയില്ല. അങ്ങനെ ഒരു കുടുംബജീവിതം പടുത്തെടുത്ത അനേക കുടുംബങ്ങൾക്കത് വെളിച്ചമാകുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പുരുഷന്മാർക്ക് നമ്മളോട് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സ്ത്രീകളുടെ മേളിൽ തലേ വെച്ചിരിക്കുന്നത് സഖിമാരുടെ മുടിയാണ്. അവർക്ക് ഒത്തിരി പേര് വർത്താനം പറയാൻ കിട്ടും. പുരുഷൻ്റെ തലേ വെച്ചിരിക്കുന്നത് മുൾമുടിയാണെന്ന്. നമ്മുടെ കല്യാണത്തിന് പാട്ട് പാടുന്നത് ഇങ്ങനെ. ഇതൊക്കെ ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. ഈ പുരുഷന്മാരെ സമ്മതിക്കണമല്ലേ, ഇവരുടെ തല ഈ മുൾമുടി വയ്ക്കുന്നിട്ടായി കല്യാണം നടത്തുന്നതെന്ന് ഞാനിപ്പോഴാണ് അതറിയുന്നത്. എന്തെങ്കിലും ആട്ടെ, നമ്മളൊരു മനസ്സിലാക്കണം. അത് കഴിയുമ്പോൾ ഒരു ശിശിരകാലം അല്ലെങ്കിൽ വിൻ്റർ അന്നത്തേക്ക് വിൻ്റർ പീസ് എന്ന് പറഞ്ഞാൽ 50-55 വയസ്സ് കഴിഞ്ഞു. ചിലർ അപ്പോഴത്തേക്ക് നമ്മുടെ മക്കളെയൊക്കെ വിവാഹം കഴിപ്പിച്ചു. പിന്നെ നമ്മൾ എപ്പോഴും ഞങ്ങളെന്നുള്ള പദവിയായി തറന്നു. അത് നമ്മളൊരു യാഗവസ്തുവായി നിർത്തിയത്. അതായത് പണ്ട് ത്യാഗം സഹിച്ചതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ, അതായത് ഒരു വൃക്ഷം നട്ട് അതിൻ്റെ വേര് താഴോട്ട് ഇറങ്ങുന്നതിന് എന്ത് തടസ്സമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉറച്ചു നിന്നു. പാറയുടെ വിളിർപ്പിൽ കൂടെ വേരിറങ്ങിപ്പോയി ജീവവെള്ളത്തിൽ ചെന്ന് ഇപ്പോൾ അത് തളിർത്ത് വൃക്ഷമായിട്ട് നിൽക്കുന്നതിൽ നിറച്ച് ഫലം കായ്ക്കുകയാണ്. നിറച്ച് ഫലം കാണുന്നുണ്ട് ഫലം കായ്ക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പറയണം.
ഞാൻ അന്ന് വിട്ടുവീഴ്ചയോടെ, ഭർത്താക്കന്മാർക്ക് എത്ര പേർക്ക് പറയും, സ്ത്രീകളുടെ ബഹളത്തിന് അവർ ചാടാതെ നിന്നുകൊണ്ടല്ലേ അന്ന് അവർ ആ വിട്ടുവീഴ്ച കാണിച്ചുകൊണ്ട് ഇന്ന് കുടുംബം നിൽക്കുന്നു. പുരുഷന്മാർക്ക് അങ്ങനെ പറയാൻ സാധിക്കും, സ്ത്രീകൾക്ക് പറയണം, അന്ന് ഞാൻ അവരിൽ കണ്ട ബലഹീനത മറന്നതുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇന്ന് നിലനിൽക്കുന്നത്. ഇങ്ങനെ അപ്പോൾ ഈ ബലഹീനത രണ്ടുപേരെ അടുപ്പിച്ച് താമസിക്കുമ്പം സ്നേഹമില്ലെങ്കിൽ ചെയ്യുന്ന എല്ലാം അഴുക്കായിട്ട് തോന്നിക്കും. ഇല്ലേ? ചിന്തിച്ചിട്ടുണ്ട്? സ്നേഹമുണ്ട് ഈ കാണിക്കുന്ന ഒന്നും പ്രശ്നമല്ല. അപ്പോൾ മെയിൻ കണ്ണി സ്നേഹമാണ്. ആ ക്രിസ്തുവിൻ്റെ യേശു സ്നേഹം തന്നെയെന്നാണ് പറയുന്നത്. യേശു മാറിപ്പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ പ്രശ്നം വരുമ്പോൾ ഈ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ കർത്താവിനോട് ഒരു ദിവസം പറഞ്ഞു, നീ വഴക്കുണ്ടാക്കുന്നതിന് പകരം ഒരു കാര്യം ഒരു പേപ്പർ എടുത്തിട്ട് കുറച്ച് അഴുക്ക് കാര്യങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അഴുക്ക് കാര്യം എഴുതാൻ എനിക്ക് വളരെ എളുപ്പം, ചിന്തിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഒത്തിരി ഒന്നും കാണുന്നില്ല, കാരണം ഹീസ് എ നൈസ് പേഴ്സൺ. ചോദിച്ചാൽ ഒന്നും ഉത്തരം പറയത്തില്ല, അനങ്ങാതിരുന്ന് കളി. ഉത്തരം തന്നെ പിന്നെ ചോദിക്കുമ്പോൾ വേറെ ആയിരിക്കും ഉത്തരം തരുന്നത്, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ശരി 5-8 എഴുതി കഴിഞ്ഞപ്പം പിന്നെ കർത്താവ് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഭർത്താവിനെ നന്മ എഴുതാൻ പറഞ്ഞു. നന്മ എഴുതാൻ പറയുമ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല തലയിൽ. നമ്മൾ കാര്യപ്രാപ്തിയുള്ള വ്യക്തിയാണ്, വീട്ടിലെ കാര്യം നോക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, പൈസ, ഇതൊന്നും തലയിൽ കയറുന്നില്ല. ഇതൊക്കെ നമ്മൾ എഴുതാൻ പറയുമ്പോഴാണ് ചിന്തിക്കുന്നത്. 4 എഴുതാൻ പോലും സമയം എടുത്തു. അതേസമയം കുറ്റം എഴുതാൻ നേരത്തോ ടിക് 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 എന്ന് എഴുതി വെക്കും. ഇതല്ലേ എല്ലാവരുടെ. എന്നിട്ട് കർത്താവിനോട് എന്താ പറഞ്ഞറിയാമോ? തിന്മയ്ക്കും നന്മയ്ക്കും ഒരുപോലെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ദാറ്റ് ടേൺഡ് അറൗണ്ട് ഫോർ മീ. തിന്മയായിട്ട് എനിക്ക്, ദൈവത്തിനതൊന്നും തിന്മയല്ല, തിന്മയ്ക്ക് ഞാൻ കാണുന്ന തിന്മയായിട്ട് തോന്നുന്നതും തന്മയായിട്ടുള്ളതും ഒരുപോലെ സ്തോത്രം ചെയ്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. ദാറ്റ് ഡേ ബ്രോക്ക് ദ കേഴ്സ്. ഒന്നാണ് ശാപം മാറിയത്. നമ്മൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേൾക്കാൻ ആഗ്രഹമില്ലേ പിന്നെ നമ്മളെങ്ങനെ പഠിപ്പിക്കും, പറയും? കല്ല് പോലുള്ള ഹൃദയമാണെങ്കിൽ പിന്നെ നമ്മൾ കല്ലിനോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നടക്കും. ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ്സിലൊക്കെ പോവുകയാണെങ്കിലും ഞാൻ ഈ കൊച്ചു പിള്ളേരുടെ അടുക്കൽ ഞാൻ ഇങ്ങനെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ കൊച്ചുമോൻ എന്നോട്, അമ്മച്ചിക്ക് യേശു ജീസസ് ജീസസ് ജീസസ്, അവന് മലയാളം അറിയൂല, പക്ഷെ അവൻ എപ്പോഴും പറയുന്ന ഇതാണ്, അമ്മച്ചിക്ക് ജീസസ് 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 എന്ന് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയും. ഞാൻ വേറൊരു കാര്യം അവരോട് പറയത്തില്ല. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാണ്, ഞാനിങ്ങനെ മറ്റ് ബുക്കുകളിൽ നിന്നും എടുത്തൊന്നും പറയാമല്ലോ, വേദപുസ്തകത്തിൽ നിന്നുള്ളത് തന്നെയാണ് ജീവിതത്തെ ആശ്രയമാക്കി പറയുന്നത്. കാരണം ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഗ്ലാഡ് സാഡിൽ നിന്ന് മാഡായെന്ന് പറയുന്നു. ഇത് ആകപ്പാടെ സ്ത്രീയെ കണ്ടാൽ പേടിച്ചോടുന്നു, പുരുഷനെ കണ്ടാലും പേടിച്ചോടുന്ന സ്ഥിതിയാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിച്ചും വഹിച്ചും ദൈവത്തിൻ്റെ പാത്രമാക്കി, അത് തന്നെയല്ല ദൈവത്തിൻ്റെ പാത്രം തന്നെ ജീവനദി അതിൽ നിന്ന് ഒഴുകുന്നതാക്കണം. റിപ്പൻറ്റ് ആൻഡ് ടേൺ ടു ഗോഡ്. അനുതാപം എന്ന് പറയുന്നത്, ഇത് വേറൊരു വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തിരുമേനി പറഞ്ഞതാണ്. അനുതാപം എന്ന് പറയുന്നത് അഹംബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് വരുന്നതാണ്. ബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക്, മരണത്തിൽ നിന്നും ജീവനിലേക്ക്. ദൈവത്തെ സ്നേഹിക്കാനായി ദൈവം പാപിക്ക് തരുന്ന സ്നേഹം തിരിച്ചറിയുന്നതാണ് അനുതാപം. എത്ര മനോഹരമായിട്ടല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്? 3 കാര്യങ്ങൾ. അഹംബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക്. ഇതൊരു വിശുദ്ധൻ പറഞ്ഞതാണ്, ഒരു തിരുമേനിയാണ്. ദൈവത്തെ സ്നേഹിക്കാനായി ദൈവം പാപിക്ക് തരുന്ന സ്നേഹം തിരിച്ചറിയുന്നതാണ് അനുതാപം. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി മാറിയ, അതാണ് കുടുംബജീവിതം. അവൻ്റെ പ്രിയ മകനായിട്ട് മാറും. 2 പേരും ദൈവത്തിന് വിലപ്പെട്ടതായി മാറിയപ്പോൾ കുടുംബം സ്വർഗമായി മാറും. അത്ര മനോഹരമായ ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ട് തന്നിരിക്കുകയാണ്. പ്രാപിച്ചെടുക്കുക. അതിപരിശുദ്ധൻ എൻ്റെ അഹം, ഞാനെന്ന പ്രൈഡാണ് ഞങ്ങളെ കൊന്നുകൊണ്ടേയിരുന്നത്. അത് പ്രൈഡ് വിവാഹം വരെ 2 പേരും ഒരേപോലെ അവനവൻ്റെ ചിന്തയിൽ കൂടെ വളർന്നു വന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ 2 അഹങ്ങൾ കയറി ആ പാടെ കത്തിയും വാക്കത്തിയൊക്കെ എടുത്ത് കൊലയും ബഹളവുമായി മാറിയിരിക്കുകയാണ്. സ്നേഹത്തിൽ തുടങ്ങിയത് എങ്ങനെ ഇങ്ങനെ കലശിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എവിടെയാണേലും കർത്താവ് നീ നടുക്കില്ലായിരുന്നു, ക്രൂശ് എൻ്റെ നടുക്ക് നാട്ടാഞ്ഞിട്ടാണോ ഇത് സംഭവിച്ചത്? ആണെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുക. അവർക്ക് വിവേകമില്ലാത്ത സമയത്ത് അവർ ചെയ്ത തെറ്റുകൾക്ക്, അവർ കാണിക്കുന്ന ബലഹീനതകൾക്ക്, 2 പേരിലുള്ള ബലഹീനതയ്ക്ക് കുഞ്ഞുങ്ങളുടെ മേൽ കരുണ തോന്നി അവരുടെ പാപത്തെയും ബലഹീനതയും ക്ഷമിച്ച് രക്തം കൊണ്ട് കഴുകി റീക്രിയേറ്റ് പുതു സൃഷ്ടിയാക്കണം.
പുതിയ സൃഷ്ടിയാക്കാൻ നിനക്കെല്ലാവർക്കും കഴിയും. ക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട്. നീ തിരിച്ച് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം എന്താ ചെയ്തതെന്ന് പോലും ഓർക്കാത്ത വിധത്തിൽ ആത്മാവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. അത് അപ്പച്ചന് സാധിക്കും. ഞങ്ങളുടെ മക്കളിൽ അത് ചെയ്തു തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. നമ്മുടെ കുടുംബങ്ങളിൽ അപ്പച്ചനത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. എൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ഈ പ്രയാസ സമയത്ത് അവരുടെ അകത്തെ എടുത്ത് മാറ്റി ക്രിസ്തുവിൻ്റെ ഹൃദയം, ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവനെയും ശരീരത്തെയും തന്നതുപോലെ ഒരാൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ കുടുംബം ശരിയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച. അനേക കുടുംബങ്ങൾക്ക് വേണ്ടി, അനേക കുടുംബങ്ങൾ എന്തെന്നറിയാതെ ഈ പിശാചിൻ്റെ നുണയ്ക്കകത്ത് കിടന്നുകൊണ്ട് സ്ട്രഗിൾ ചെയ്യാണ്. എല്ലാവരും മാറി മാറി നിന്ന് കരയുകയാണ്. നേരെ കണ്ടുമുട്ടുമ്പം കീരിയും പാമ്പും പോലെ. പക്ഷെ മാറി നിന്നവരെ കരയുക. അവരുടെ ദുഃഖമാണ് ഈ വേദനയായിട്ടും ദേഷ്യമായിട്ടും കോപമായിട്ടും കാണുന്നത്. അതെല്ലാം മാറിപ്പോയിട്ട് അടിയൊഴുക്കയച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹത്തെ അയച്ച് കുടുംബങ്ങളെ ശുദ്ധമാക്കണം, വ്യക്തികളെ ശുദ്ധമാക്കണം. ഈ ജീവൻ്റെ നദി ഭവനത്തിനകത്ത് കയറുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ തല തൊട്ട് കാല് വരെ ഒഴുകി ഓരോ സെല്ലിലും കയറി ഇറങ്ങി ശുദ്ധീകരിച്ച് കഴുകി വൃത്തിയാക്കണം. ഒരു റീക്രിയേഷൻ. പഴയതോ കഴിഞ്ഞു പോയിരിക്കുന്നു. ഒരു പുതു സൃഷ്ടിയായിട്ട്. നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടപ്പെട്ടതോ ദൈവത്തിൻ്റെതല്ല എങ്കിൽ തിരിച്ചു തരുന്നതോ നിത്യമായ ജീവൻ, നിത്യമായ കുടുംബജീവൻ, നിത്യമായ അനുഗ്രഹം. അതെന്നേക്കും ശാശ്വതമായി അടുത്ത തലമുറകൾക്ക് ഒരു അടിത്തറയിട്ട് കൊടുക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി ഈ ഭവനത്തിൽ ഇവിടെ ഒരു കർത്താവ് ഒരു ബഥേൽ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അതങ്ങനെ സംഭവിച്ചതിന് സ്തോത്രം. പ്രാർത്ഥിച്ചു, അവിടുന്ന് ഉത്തരം തന്നതിന് നന്ദി. അച്ഛൻ്റെ മുദ്ര, രക്തം കൊണ്ട് മുദ്രയും കൂടി ഇട്ട് തന്നിരിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.